വെൽക്കം ടു യൂട്യൂബ് ചാനൽ അറ്റിതൽ നക്ഷത്ര. അപ്പോൾ ഋതുക്കുട്ടൻ്റെയും അല്ലിക്കുട്ടിൻ്റെയും തുമ്പിക്കുട്ടീൻ്റെയും അമ്മൂമ്മ വന്നു കേട്ടോ. അപ്പോൾ ഞാനും അവൾ ഒരു വീട്ടിലാണ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നിറങ്ങണത്. അപ്പോൾ ഞങ്ങളെ കാണാൻ ഒരുമിച്ച് ഒരു വീട്ടിലേക്ക് മാത്രം വന്നാൽ പോരെ, അപ്പോൾ രണ്ടുപേരെയും കാണാം. അപ്പോൾ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഋതുക്കുട്ടനും തുമ്പിക്കുട്ടിയും അല്ലിക്കുട്ടിയും കൂടെ അമ്മമ്മ വന്ന സന്തോഷത്തിലാണ്. അപ്പോൾ അമ്മ നാളെയാണ് പോവുക കേട്ടോ. അപ്പോൾ ഒരു ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ വീട് ഇത്തിരി ലോങ് അല്ല, അതുകൊണ്ട് പിറ്റേ ദിവസം പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്ക് മഞ്ജുവിന് മുടിയൊക്കെ കെട്ടി കൊടുക്കുകയാണ് അമ്മ. അപ്പോൾ മഞ്ജുവും അമ്മയും കൂടെ ഒരേ കഥ പറച്ചിലാണ്. കുറച്ച് ദിവസത്തെ കഥകളൊക്കെ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല നമ്മൾ പെൺമക്കൾ അമ്മനെ കണ്ട ഒരുപാട് വിശേഷങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കിടുകയല്ലേ നമ്മൾ ചെയ്യാറ്. പിന്നെ അമ്മയൊക്കെ വന്ന് അമ്മേൻ്റെ കൂടെ കുറച്ച് വീഡിയോ എടുക്കലൊക്കെ എടുത്ത് അമ്മയ്ക്ക് നല്ല സന്തോഷമാവട്ടെ കൊണ്ട് വീഡിയോ ഒക്കെ എടുത്തു ഇരുന്നു. അപ്പോൾ അച്ഛന് വയ്യാത്തത് കൊണ്ടാണ് അച്ഛൻ വരാത്തത്. അച്ഛന് ഭയങ്കര വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ അമ്മയ്ക്ക് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് പോവും വേണം അച്ഛൻ്റെ അടുത്തേക്ക്. അപ്പോൾ അമ്മൻ്റെ കുറച്ച് സമയങ്ങളാണ് നമ്മൾ സ്പെൻഡ് ചെയ്യണത്. അപ്പോൾ അമ്മ വന്ന ദിവസങ്ങൾ പെട്ടെന്ന് രാവിലെയാവും. അതായത് സമയം പോവും പെട്ടെന്ന്. അതായത് ആ സമയം പോയതേ നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ പിറ്റേ ദിവസം രാവിലേക്കായി അമ്മ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അല്ലിക്കുട്ടീനെ എടുത്തിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്താണ്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. മുഖത്തറിയുന്നുണ്ട്, വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ എനിക്ക് മഞ്ജുവിനൊക്കെ ഭയങ്കര സങ്കടം. ഇന്നലെ വന്ന് പെട്ടെന്ന് ആ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഭയങ്കര സങ്കടമായി കേട്ടോ. അപ്പോൾ ഋതുക്കുട്ടനും തുമ്പിക്കുട്ടീനോട് പറഞ്ഞു, ഞാൻ സൂചി വെച്ചിട്ട് വരാമെന്നാണ് പറയണത്. അവരെല്ലാം കരഞ്ഞ് പൊളിക്കും. അമ്മൻ്റെ കൂടെ പോകണം പറഞ്ഞിട്ട് ഒരേ കരച്ചിലായിരിക്കും. അപ്പോൾ അല്ലിക്കുട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ് അമ്മ, യാത്ര പറയണേ. അപ്പോൾ അല്ലിക്കുട്ടീനെ എടുത്തപ്പോൾ അല്ലിക്കുട്ടി ഒരേ ടാറ്റ തരലായിരുന്നു. പിന്നെ ഞാനും അമ്മയും മഞ്ജു ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരോടും ടാറ്റ കാണിക്കണല്ലേ. അപ്പോൾ അമ്മ ഇവിടെ നിന്ന് ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ അമ്മനെ യാത്രയാക്കാൻ വേണ്ടി ഞാൻ റോട്ടിൻ്റെ അവിടേക്ക് പോയതാണ്. റോട്ടിൽ പോയത് അമ്മ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ഋതുക്കുട്ടനും തുമ്പിക്കുട്ടിയും കൂടി റോട്ടിൽ ഇങ്ങനെ നോക്കിയിരിക്കണം. അപ്പോൾ അമ്മനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർ. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് സ്റ്റോപ്പിലേക്ക് പോകാൻ. അപ്പോൾ അമ്മ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോട്ടിലേക്ക് ഇങ്ങനെ പോയിട്ട് ഞാൻ തിരിച്ച് വരികയാണ്. അപ്പോൾ തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഋതുക്കുട്ടനും തുമ്പിക്കുട്ടി എത്ര വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മനെ ഒരേ വെറുപ്പിക്കലാണ്. ഇന്നമ്മ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. നമ്മൾ അങ്ങനെയല്ലേ, പെൺമക്കളൊക്കെ അങ്ങനെയല്ലേ, കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് അമ്മ വന്നിട്ട് പോകും, ഭയങ്കര സങ്കടമല്ലേ. അത് എനിക്ക് ഭയങ്കര സങ്കടമായി. ഈശ്വര, വന്നതേ അറിഞ്ഞില്ല. എന്തോ ഒരു സങ്കടമായിരുന്നു. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ മനസ്സിലൊതുക്കി വയ്ക്കുകയല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അതാണ്, എനിക്ക് നല്ല സങ്കടം കൊണ്ട് സംസാരിക്കാനേ കിട്ടണില്ല. അപ്പോൾ ഋതുക്കുട്ടനെയും തുമ്പിക്കുട്ടീനെയും അല്ലിക്കുട്ടീനെയും കൊണ്ട് ഞാനിങ്ങനെ തിരിച്ച് നടന്ന് വരികയാണ് ഇങ്ങോട്ട്. അപ്പോൾ അവിടെ ഗേറ്റൊക്കെ അടച്ച് ഇങ്ങോട്ട് വരികയാണ്. വല്ല കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരികയാണ് ഞാൻ ഋതുക്കുട്ടനും തുമ്പിക്കുട്ടിയും കൂടി. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞങ്ങൾ അടുത്ത വീഡിയോ ലോങ് ആയിട്ട് വരുന്നതായിരിക്കും.